എല്ലാ കൂട്ടുകാർക്കും കൂട്ടൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ ദിവസത്തിൻ്റെ കുറച്ച് ബാലൻസ് ഭാഗം കൂടിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പം ചുരുളി വാട്ടർഫാൾസിലേക്കുള്ള വഴിയാണ്. നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്താണ് ഇവിടെ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ പോകുന്ന വഴിയിലൊരു ഒന്നല്ല കേട്ടോ, ഇഷ്ടംപോലെ വാളംപുളി പഴുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ അക്കു അതങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ അവന് ഒരെണ്ണം തട്ടിയിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടുള്ള പരിശ്രമമാണ്. അവനെ ഒരെണ്ണം കഴിച്ച് നോക്കാൻ വേണ്ടി ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പറിക്കാൻ നോക്കുകയാണ്. ഇവിടെ കമ്പുകൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അത് ചെറിഞ്ഞൊക്കെ നോക്കി 2 ചെറുതുകൾ കിട്ടി. ഈ പോകുന്ന വഴിയെല്ലാം ആ വാട്ടർഫാൾസിലേക്കുള്ള വഴിയാണ്. ഇപ്പം മഴ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൽ ചുരുളി വാട്ടർഫാൾസിൽ നല്ല വെള്ളമുണ്ടെന്നാണ് പറഞ്ഞത്. പോകുന്ന വഴി ഞങ്ങൾ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴി ഏട്ടൻ്റെ കയ്യിൽ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ച് വന്നതാണ്. അപ്പോൾ ഈ കുരങ്ങിനെ കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോക്കറ്റിൽ കയറ്റി. പക്ഷേ കുരങ്ങിനറിയാം നമ്മുടെ കയ്യിൽ എന്തോ ഉണ്ടെന്ന്. അതിങ്ങനെ പുറകിന് വന്നു. നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തു. ഇതാണ് ചുരുളി വെള്ളച്ചാട്ടം. എന്ത് വലിയ പാറകളാണ് എൻ്റെ പൊന്നെ ഇവിടെ ഇങ്ങനെ നിരന്നിരിക്കണേ. മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭയം തോന്നും കേട്ടോ. ഭയങ്കര ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം ചാടി വരുന്നത്. അവരെന്തോട് ചെറിയൊരു കെട്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യും. പിന്നെ സൈഡിൽ ഇങ്ങനെ ഗ്രില്ലിട്ടിട്ടുണ്ട്. വീഴൊന്നുമില്ല. ഇവർ കൂടുതലും ഇവിടെ നിൽക്കുന്ന തമിഴ് ആൾക്കാരാണ്. അവരെല്ലാം എന്താ പറയണ്ടേ, ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോയി നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ വെള്ളം തെറിച്ച് മൊത്തം നനഞ്ഞ് കുളിക്കുകയാണ്. നല്ല സ്പീഡിലാണ് കേട്ടോ വെള്ളം വരുന്ന മുകളിൽ നിന്ന് ചാടി. അങ്ങനെ എല്ലാവരും ഇവിടെ വന്ന് കുളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. നമ്മൾ കുളിക്കാനൊന്നും പോയില്ല. നമ്മളിങ്ങനെ വെള്ളം കണ്ടതേ ഉള്ളൂ. ശരിക്കും എന്താ പറയണ്ടേ, ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിലൊക്കെ എന്തെങ്കിലും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ യാത്രയിലെല്ലാം നമ്മൾ മറക്കും. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് പുതിയ ആൾക്കാരെ കാണുന്നു, ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടുന്നു, കുറേ പേരോട് മിണ്ടാൻ പറ്റുന്നു. എന്താ പറയുക, വേറൊരു നാട്, വേറൊരു ഭാഷ. എന്തായിരുന്നാലും നമ്മൾ നല്ലതാണ്. കാരണം യാത്രകൾ പോകുന്ന എപ്പോഴും മനസ്സിന്, എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, ഒരുപാട് സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ തുടർന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരേ ആൾക്കാരെ കാണുന്ന ഒരേ രീതി അതൊന്ന് വിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് മാറി നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ മനസ്സിനും ഒരുപാട് ശാന്തത കിട്ടും, ശരീരത്തിനും എല്ലാം മൊത്തത്തിലേ ഒരു എനർജിയാണ് കിട്ടുക. അപ്പോൾ അതിൽ നിന്നൊന്ന് നമ്മൾ മാറി നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രത്യേകതയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്രകൾ പോകും. കൂടുതലിപ്പോൾ കുറേ നാളായിട്ട് ആശുപത്രി കേസിട്ട് മാത്രമായിട്ടാണ് നടക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഇതുപോലെ യാത്രകളൊക്കെ പോകുമായിരുന്നു. പക്ഷേ അത് നല്ലതായിരുന്നു. യാത്രകൾ പോകുമ്പോൾ നമ്മൾ മനസ്സിന് ഒരുപാട് സന്തോഷങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളെല്ലാം മറക്കുകയാണ്. നമ്മൾ അതിലേക്ക് മാത്രം ഒരു ഫോൺ ആയിക്കോട്ടെ ഒന്നും എടുക്കണില്ല, ആരെയും വിളിക്കണമില്ല, ഒന്നുമില്ല. എല്ലാവരും പറഞ്ഞ് വീട്ടിലൊക്കെ ആണെങ്കിലും പറഞ്ഞിട്ടങ്ങ് പോകുന്നു. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോഴല്ലേ എല്ലാവരുമായിട്ട് മിണ്ടുകയും കാണുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ പോണ കാഴ്ചകളും വഴിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഞാൻ എല്ലാം ഒന്നും ഈ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഒരുപാട് പച്ചക്കറി പാടങ്ങളൊക്കെ കാണാൻ പറ്റി. പച്ചക്കറി കൃഷികൾ ചെയ്തിരിക്കുന്നു തട്ടായിട്ട്. ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഒരുപാട് സാധനങ്ങൾ, കോവയ്ക്ക, പാവയ്ക്ക, പടവലം, അങ്ങനെ പച്ചക്കറികളൊക്കെ മിക്ക പച്ചക്കറികളും കൃഷി ചെയ്തിരിക്കുന്ന പാടമൊക്കെ ഞാൻ കണ്ടു. അതൊന്നും എല്ലായിടത്തൊന്നും ഇറങ്ങിയില്ല, എന്നാലും റോട്ടിൽ നിന്നെല്ലാം കണ്ട് ആസ്വദിച്ച് തന്നെയാണ് പോയത്. എന്നെ സംബന്ധിച്ച് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ കൃഷികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഈ കപ്പലണ്ടി കൊടുത്ത കാരണം കുരങ്ങൾ നമ്മുടെ കൂടെ ഓടി വരികയാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോകൾ